ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിരി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു സയൻസ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഞങ്ങൾ നടക്കുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണിത്. ഒരാൾ റോഡിലൂടെ സ്കീയിങ് ചെയ്ത് പോകുന്നു. ടെക്നിക്കൽ ഹസ് എന്നാണ് ഈ സയൻസ് പാർക്കിൻ്റെ പേര്. ലുലിയോ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ് ഈ പാർക്ക്. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഫ്രീ എൻട്രിയാണ്. ബാക്കി എല്ലാവർക്കും എൻട്രി ഫീ 140 ക്രോണയാണ്. നോർബോട്ടൺ കൗണ്ടിയിലെ ഒരു സയൻസ് സെൻ്ററാണിത്. ഞാനൊരു പാസ് എടുത്ത് അകത്ത് കയറി. ലുലിയയിലുള്ള എല്ലാത്തിൻ്റെയും മിനിയേച്ചർ ഫോം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കതിൻ്റെയും വർക്കിംഗ് മോഡലാണ് ഉള്ളത്. എല്ലാ ജോലികളും കിഡ്സിന് ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുള്ള ഡ്രസ്സും എക്യുപ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഫാം മുതൽ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റ് വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സയൻസ് റിലേറ്റഡ് സാധനങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലെത്തണം. എന്നാലും നമുക്കതിലൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. പല ഏജിലുള്ള കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടുമിക്ക എല്ലാത്തിലും കയറി കളിച്ചു. ശരിക്കുമുള്ളൊരു ട്രക്ക് ഉണ്ടായിരുന്നു. അതോടിച്ചപ്പോൾ ശരിക്കും റോട്ടിലൂടെ പോകുന്നത് പോലെ തോന്നി. ഇത് കണ്ട ഒരു JCB ശരിക്കുമുള്ള JCB പോലെ വർക്കാകുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം JCB കൊണ്ട് ബോൾസൊക്കെ വാരി കളിച്ചു. പിന്നെ ഞാൻ പോയത് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിലേക്കാണ്. അത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. എന്തോരം സ്വിച്ചും കാര്യങ്ങളും വന്നറിയോ അതിൻ്റെ അകത്ത്. പൈലറ്റ് എങ്ങനെയാണോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ കുറേ സ്വിച്ചൊക്കെ ഞെക്കി നോക്കി. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് വിമാനം പറന്നൊന്നും പോയില്ല. പിന്നെ ഞാൻ നേരെ പോയത് ട്രെയിൻ ഓടിക്കാനാണ്. ശരിക്കുള്ള ട്രെയിൻ പോലെ മൂവ്മെൻറ്റ്സും സൗണ്ടും ഉണ്ടായിരുന്നു. ലുലിയെന്ന് ബോർഡനിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു ഇത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഒറിജിനൽ പോലെ തോന്നും. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് വരെ കമ്പ്യൂട്ടറിൽ കാണാം. സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ നേരെ പോയതൊരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ ഞാനൊരു ഷെഫായിരുന്നു. ഞാനങ്ങനെ ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തു. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കൊരു കസ്റ്റമർ വന്നു. ഞാനങ്ങനെ ഓർഡറൊക്കെ എടുത്ത് ആ കസ്റ്റമറിന് വേണ്ട ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പോയി. കളിച്ചുകൊണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ യൂണിവേഴ്സിറ്റിത്തെ സ്റ്റുഡൻസ് എന്തോ ഒരു കളി കളിക്കുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ കെട്ടിയിട്ട് കയറൊക്കെ പിടിച്ചിട്ടുള്ള എന്തോ ഒരു കളിയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.